കുതിര സവാരി നടത്താണ്ട് കുതിര മോനല്ല ഈ ബാക്കിൽ കാണുന്നൊക്കെ എന്താണ് അറിയോ ആപ്പിൾ തോട്ടാണ്. ഇതിലെന്താ പറയുക അങ്ങനെ കാശ്മീരിൽ അടുത്തിടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സോനാമാർഗൊക്കെ പോയി ഇന്ന് പെൽഗാം പോവാണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പൊട്ട് സൂട്ടൊക്കെ ഇട്ട് മാസ്ക് ഇട്ടിട്ടില്ല പുക ഉള്ളതെന്ന് പോകണ്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ചായ അടിക്കണം. ചായ അടിച്ചിട്ട് നമ്മൾ പോകും. ഓക്കെ ഗായ്സ്, എന്തൊക്കെയുണ്ട് സുഖമല്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കാശ്മീരിലെ രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പെൽഗാം പോവാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. രാവിലെ തന്നെ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണണമല്ലോ, എന്ത് ചെയ്യാറോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കരുത്. ഓക്കെ അങ്ങനെ ഇന്നലത്തെ പോലെ എന്ത് ചെയ്യുന്നത്, ചായക്ക് ചപ്പാത്തിയാണ്. ഏതായാലും ചപ്പാത്തിയൊക്കെ അടിച്ച് കയറ്റി നമ്മൾ എന്ത് ചെയ്ത് പെൽഗാമിലേക്ക് പോകണം കേട്ടോ. ട്രാവലർ ഇന്നലെ പോയ പോലെ ട്രാവലറിനാണ് ഇന്നും പോകണം. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇന്ന് നമുക്ക് പുതിയൊരു 4 ഗ്യാങ്ങിനെ നമുക്ക് കിട്ടിന് കേട്ടോ. അതായത് കണ്ണൂരുള്ള 4 ടീമിന്. ഇന്നലെ ഒരു ലൈനി ഇന്ന് നമ്മളെ കൂടെ ഒരു കൂടിയാണ്. നമ്മൾ പോണ റൂട്ടിൽ എന്ത് ചെയ്ത് ആപ്പിൾ തോട്ടത്തിൽ കയറിയുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഓരോ സംഭവങ്ങൾ ട്രൈ ചെയ്യണം. ആപ്പിൾ അച്ചാർ, ആപ്പിളിൻ്റെ ജാമ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് എല്ലായിടത്തും കയറി തനി മലയാളീസിൻ്റെ സ്വഭാവം എടുക്കാന്ന് പറയില്ലേ, അതന്നെ വെറുതെ ട്രൈ. ഈ ബാക്കിൽ കാണുന്നൊക്കെ എന്താണ് അറിയോ ആപ്പിൾ തോട്ടാണ്. ആപ്പിളിൻ്റെ സീസൺ അല്ല എന്നുള്ളൂ, പക്ഷേ അവിടെ ആപ്പിളുണ്ട്. പിന്നെ അതായത് സ്റ്റോക്ക് ചെയ്ത സാധനമുണ്ട്, കംപ്ലീറ്റ് ഉണ്ടാവും ആപ്പിള്. പിന്നെ ആപ്പിളിൻ്റെ ജാമ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ പെൽഗാമിലേക്ക് പോകുന്ന റൂട്ടാണ്. എല്ലായിടത്തും പോയാൽ എന്താ പണി അറിയോ, ജാമിൻ്റെ ടേസ്റ്റ് നോക്കിയാണ്ട് ജാമ് വാങ്ങാതെ പോവാ, അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയാണ്ട് എന്ത് ചെയ്യുക, അച്ചാർ വാങ്ങാതെ പോവാ. എല്ലാവർക്കും തന്നെ കേട്ടോ പണി. ആപ്പിൾ തൊട്ടത്ത് വന്നാണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യാണ്. എന്നാലും ഇവിടുന്ന് ഒന്നും വാങ്ങിക്കണില്ല. ശുദ്ധമായ ആപ്പിൾ അച്ചാർ. പിന്നെ എന്താ മൾബറി ജാം, വെളുത്തുള്ളി അച്ചാർ, ഇവരൊക്കെ തീറ്റ കണ്ടതൊന്നും ഇവരൊക്കെ പൈസ കൊടുത്തിട്ട് തിന്നാണെന്ന്. ഇത് ഒരു പൈസ എടുത്തിട്ട് തിന്നില്ല ഗൈസ്. ഇതൊക്കെ എന്താണ് അറിയോ, നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരില്ലേ, അങ്ങനെ പോലെ എന്ത് ചെയ്ത് ടേസ്റ്റ് നോക്കാൻ 2-3 ബോട്ടിൽ നമുക്ക് തന്നു. ആ ബോട്ടിലൊക്കെ കാലിയാക്കണാണ് ഈ കാണുന്നത്. അല്ലാതെ അവൾ വാങ്ങി തിന്നൊന്നുമല്ല, കായ് കൊടുത്തിട്ടുള്ള പരിപാടി ഒന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ തനി മലയാള ഉഴപ്പാണ്. ഇപ്പം കണ്ടില്ലേ, ഒരു കുപ്പി പൗതിയാക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. കുറേ അയാൾ ചൂടുണ്ട്, നമ്മളെ ചൂടായി. നിങ്ങൾ എന്തിനൊക്കെ തീർക്കണം. ഇവരുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, ആളെ പറ്റിക്കാനായിട്ട്. ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ കഴിക്കണ അടിപൊളി. അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഒരു ആപ്പിളൊക്കെ നിന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനമായി നമ്മൾ പെൽഗാമിലെത്തി. ഇനി ഇവിടെ നിന്നാണ് കളി. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഈ ചെങ്ങാമരോട് സംസാരിക്കണം. എന്താ വെച്ചാൽ ബാർഗെയിൻ ചെയ്യണം. അതിൻ്റെ അടുത്ത് ഒരുത്തും പെരുമ്പാച്ചിൽ പയണു. അവൻ പയണു ഇതേമാതിരി കസ്റ്റമർ പിടിക്കാൻ വേണ്ടി പയണം. അതായത് കസ്റ്റമർ വെച്ചാൽ നമ്മളാണ് കസ്റ്റമർ. ഓലെ പണി എന്താ വെച്ചാൽ ഈ കുതിരമൻ എന്ത് ചെയ്യുക, നമ്മൾ റൈഡ് കൊണ്ടുപോകും. അതാണ് ഇതിൽ വേറെ രസം കിട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം, കുതിരമ പോകണം. അങ്ങനെയാണ്. അതിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇത് സെറ്റായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡ് കഴിച്ച് വരാം. അപ്പോഴത്തേന് സെറ്റ് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു പഞ്ചാബി ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ അതായത് ഒരു റോ ഫുള്ള് ആൾക്കാർ. നമ്മൾ ഇവിടുന്ന് പോയത് 4 ആൾക്കാരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്തതിന് അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരെ കിട്ടീന്. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഓരോരുത്തർ മാഗി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അവിടെ ഫുഡിന് പെരും റേറ്റാണ് കൈസ്. അവിടെ നമ്മൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ റേറ്റാണ്. നമ്മൾ എന്ത് ചെയ്ത് മാഗി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച്. മാഗി തൊള്ള വെച്ചപ്പോൾ പെരുഞ്ചു കൂടും. അങ്ങനെ ഇതാട്ടെ നമ്മൾ വാങ്ങിയ മാഗി. ഇതിന് തന്നെ GST ഒക്കെ അടിക്കുക എത്ര ഉറപ്പുണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ കുതിരമലൊക്കെ കയറി സെറ്റാണ്. ഇനി കുതിര സവാരി നടത്താണ്ട് കുതിര ഒറ്റയ്ക്ക് ബാർഗെയിൻ ചെയ്ത് സെറ്റാക്കി നമുക്ക് ഓരോ കുതിര സെറ്റായി. ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്കൊരു കുതിരമ്മ പോകണം. അതായത് ഇതിൻ്റെ കൂടെ ആളുണ്ടാവില്ല. അതായത് കുതിരക്ക് റൂട്ട് അറിയാം, കുതിര അങ്ങനെ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ ഏതായാലും ഓരോ കുന്നും മലയൊക്കെ കയറി. അതിൻ്റെ ഷൂട്ടൊക്കെ എൻ്റെ അടുത്ത് പോയിട്ടോ. അങ്ങനെ കുതിര സവാരിയൊക്കെ നടത്തി നമ്മളിതാ ഏതോ ഒരു അങ്ങനെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിയിട്ട് നമ്മൾ ശ്രീനഗർ തന്നെ ഇവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക, ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. ഓക്കെ, നല്ല വീഡിയോ ഞാനിടും. അപ്പോൾ അതുവരെ ഓക്കെ.